സിനിമാ രംഗത്തു നിന്നുള്ള പുതിയ വിശേഷങ്ങളുമായി സിൽവർ സ്ക്രീൻ ഇവിടെ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണ വിശേഷങ്ങളുമായി സിൽവർ സ്ക്രീനിൽ ഇന്ന് ആദ്യം ലൊക്കേഷൻ റിപ്പോർട്ട്. മലയാളത്തിൽ വീണ്ടും ഒരു 3D ചിത്രം കൂടി ഒരുങ്ങുന്നു. ചിത്രം പ്രൊഫസർ ഡിങ്കൻ. ദിലീപ് നായകനാകുന്ന ഈ ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചു. പ്രശസ്ത ഛായാഗ്രാഹകൻ രാമചന്ദ്ര ബാബു ആണ് മലയാളത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരുങ്ങുന്ന ഈ 3D ചിത്രത്തിന്റെ സംവിധായകൻ. തിരുവനന്തപുരം പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ വെച്ച് നടന്ന പൂജാ ചടങ്ങുകളോടെയാണ് ചിത്രത്തിന്റെ ചിത്രീകരണത്തിന് ആരംഭം കുറിച്ചത്. ചിത്രത്തിലെ നായകനായ ദിലീപ് അടക്കം സിനിമാ ലോകത്തെ നിരവധി പ്രമുഖർ പ്രസ്തുത ചടങ്ങിൽ പങ്കെടുത്തു. മൈഡിയ കുട്ടിച്ചാത്തന് ശേഷം മികച്ച സാങ്കേതിക മികവിൽ 3Dയിൽ ഒരുക്കുന്ന ഈ ചിത്രത്തിൽ ദിലീപ് ഒരു മജീഷ്യനായാണ് എത്തുന്നത്. ദീപാങ്കുരൻ എന്നാണ് ചിത്രത്തിൽ ദിലീപിന്റെ കഥാപാത്രത്തിന്റെ പേര്. കുട്ടിക്കാലം മുതൽക്കേ മാജിക് ഇഷ്ടമായിരുന്ന ദീപാങ്കുരൻ എവിടെ മാജിക് പരിപാടി ഉണ്ടെങ്കിലും കാണാൻ പോവുക പതിവായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് പ്രശസ്ത ഇന്ദ്രജാലക്കാരനായ മഹേന്ദ്രന്റെ മാജിക് ഷോ കാണാൻ ഇടയായത്. എന്നാൽ മായാജാലത്തിനേക്കാൾ മഹേന്ദ്രന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയെയാണ് ദീപാങ്കുരന് ഇഷ്ടമായത്. ഇന്ദ്രജാലക്കാരൻ മഹേന്ദ്രന്റെ മകളായ ആ പെൺകുട്ടിയുടെ പേര് സുഹാസിനി എന്നായിരുന്നു. സുഹാസിനിയോട് ദീപാങ്കുരന് വല്ലാത്ത ഇഷ്ടം തോന്നി. ആ ഇഷ്ടം മഹേന്ദ്രന്റെ മാജിക് എവിടെയുണ്ടോ അവിടെയെല്ലാം ദീപാങ്കുരനെ എത്തിച്ചു. തന്റെ മാജിക് ഷോകളിലെ സ്ഥിരം സാന്നിധ്യമായ ദീപാങ്കുരനെ ഒരിക്കൽ മഹേന്ദ്രൻ പരിചയപ്പെടുന്നു. മാജിക് പഠിക്കാനുള്ള ദീപാങ്കുരന്റെ ആഗ്രഹം മനസ്സിലാക്കുന്ന മഹേന്ദ്രൻ ദീപാങ്കുരനെ ഒപ്പം കൂട്ടുന്നു. മഹേന്ദ്രന്റെ ശിഷ്യനായി നിന്ന് മാജിക് പഠിക്കുമ്പോഴും ദീപാങ്കുരന്റെ ഉള്ളിൽ നിറയെ സുഹാസിനിയായിരുന്നു. സുഹാസിനിയോടുള്ള ഇഷ്ടം ക്രമേണ പ്രണയത്തിന് വഴിമാറി. ഒരു ദിവസം വേദിയിൽ മഹേന്ദ്രന്റെ പരിപാടിക്കിടയിൽ മാജിക് ബോക്സിനുള്ളിൽ പുണർന്നുകിടന്ന ദീപാങ്കുരനും സുഹാസിനിയും പിടിക്കപ്പെടുന്നു. അതോടെ ദീപാങ്കുരൻ മഹേന്ദ്രന്റെ ടീമിൽ നിന്നും പുറത്താകുന്നു.
തോറ്റു പിന്മാറാൻ തയ്യാറല്ലായിരുന്ന ദീപാങ്കുരൻ ഒരു വിദേശ മാന്ത്രികന്റെ കീഴിൽ നിന്നും പരിശീലനം തുടരുന്നു. അയാളിൽ നിന്നും പുതിയ വിദ്യകൾ പഠിച്ചെടുത്ത് വലിയ മജീഷ്യനായി മാറുന്നു. തുടർന്ന് അയാൾ പ്രൊഫസർ റിങ്കൻ എന്ന പേരും സ്വീകരിക്കുന്നു. എന്നാൽ അപ്പോഴും ദീപാങ്കുരനെ അംഗീകരിക്കാൻ മഹേന്ദ്രൻ തയ്യാറായില്ല. മഹേന്ദ്രന്റെ സമ്മതമില്ലാതെ സുഹാസിനിയെ വിവാഹം കഴിക്കാൻ കഴിയാത്തതിനാൽ മഹേന്ദ്രനിൽ മതിപ്പുളവാക്കാൻ പല അപകടകരമായ മായാജാല വിദ്യകളും ദീപാങ്കുരൻ കാണിക്കുന്നു. അത്തരമൊരു പ്രകടനത്തിനിടയിൽ ഒരിക്കൽ ദീപാങ്കുരന് വീഴ്ച പറ്റി. ആ അപകടത്തിൽ നിന്നും കരകയറുവാനുള്ള ദീപാങ്കുരന്റെ ശ്രമങ്ങളാണ് പ്രൊഫസർ ഡിങ്കൻ എന്ന ചിത്രത്തിലൂടെ പറയുന്നത്. ദിലീപ് പ്രൊഫസർ ഡിങ്കനായി എത്തുന്നു. ദിലീപ് ആദ്യമായാണ് ഒരു 3D ചിത്രത്തിൽ അഭിനയിക്കുന്നത്. ജോർജ് സ്പൂരം, രാമലീല, കമ്മാര സംഭവം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ദിലീപ് അഭിനയിക്കുന്ന ചിത്രമാണ് പ്രൊഫസർ ഡിങ്കൻ. യുവനടി നമിത പ്രമോദാണ് ചിത്രത്തിൽ സുഹാസിനി എന്ന നായിക കഥാപാത്രമായി എത്തുന്നത്. തിരക്കഥാകൃത്ത് റാഫിയാണ് ചിത്രത്തിൽ മഹേന്ദ്രൻ എന്ന മജീഷ്യനെ അവതരിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ തിരക്കഥയൊരുക്കുന്നതും റാഫിയാണ്. സംവിധായകനായ രാമചന്ദ്ര ബാബു തന്നെയാണ് ചിത്രത്തിനു വേണ്ടി ഛായാഗ്രഹണവും നിർവഹിക്കുന്നത്. കൈലാഷ് ഡിങ്കന്റെ പ്രൊഫഷണൽ ടീമിലെ ചീഫായി അഭിനയിക്കുന്നു. കൊച്ചുപ്രേമനാണ് മറ്റൊരു താരം. സിൽവർ സ്ക്രീനിലെ തുടർ സിനിമാ കാഴ്ചകൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കാണാം. പ്രഗത്ഭരായ സാങ്കേതിക പ്രവർത്തകരുടെ സാന്നിധ്യമാണ് ചിത്രത്തിന്റെ മറ്റൊരു സവിശേഷത. അതിൽ പ്രധാനി KP നമ്പ്യാതിരിയാണ്. മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണ ജോലികളുമായി സംബന്ധിച്ച് പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം ഈ ചിത്രത്തിന്റെ 3D സ്റ്റീരിയോഗ്രാഫറാണ്. റോഷൻ മേക്കപ്പ് മാനായി പ്രവർത്തിക്കുന്ന ചിത്രത്തിന്റെ കോസ്റ്റ്യൂം SB സതീഷാണ്. RK പ്രൊഡക്ഷൻ ഡിസൈനറായി പ്രവർത്തിക്കുന്നു.
ഹരിനാരായണനാണ് ചിത്രത്തിലെ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത്. ഗോപി സുന്ദറിൻ്റെതാണ് സംഗീതം. ന്യൂ ടിവിയുടെ ബാനറിൽ സനൽ തോട്ടമാണ് ചിത്രം നിർമ്മിക്കുന്നത്. വെൺ ശംഖുപോൽ, പേർഷ്യക്കാരൻ എന്നീ ചിത്രങ്ങളാണ് മുൻപ് ന്യൂ ടിവിയുടെ ബാനറിൽ സനൽ തോട്ടം നിർമ്മിച്ചിട്ടുള്ള ചിത്രങ്ങൾ. സാബു സർഗം, ടൈറ്റസ് എന്നിവർ അസോസിയേറ്റ് ഡയറക്ടേഴ്സായി പ്രവർത്തിക്കുന്ന ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ രാജേഷ് തിലകമാണ്. ഗ്രാഫിക്സിനും ശബ്ദവിന്യാസത്തിനും പ്രാധാന്യം നൽകി ആധുനിക സാങ്കേതിക വിദ്യയോടുകൂടി ഒരുക്കുന്ന പ്രൊഫസർ ഡിങ്കൻ തിരുവനന്തപുരത്തിന് പുറമെ ഡൽഹി, ദുബായ് എന്നിവിടങ്ങളിലും ചിത്രീകരിച്ച ശേഷം പൂർത്തിയാകും. പ്രൊഫസർ ഡിങ്കന്റെ ചിത്രീകരണ വിശേഷങ്ങൾക്ക് ശേഷം സിൽവർ സ്ക്രീനിൽ ഇനി പോലീസ് ജൂനിയർ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണ വിശേഷങ്ങളാണ്. നവാഗതനായ സുരേഷ് ശങ്കർ സംവിധാനം ചെയ്യുന്ന പോലീസ് ജൂനിയർ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ കഥ പറയുന്ന ചിത്രത്തിൽ മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നു. ഇത് ആദ്യമായാണ് സ്റ്റുഡന്റ് പോലീസിന്റെ പശ്ചാത്തലത്തിൽ ഒരു ചിത്രം ഒരുങ്ങുന്നത്. ഒട്ടേറെ പുതുമകൾ അവകാശപ്പെടുന്ന ഈ ചിത്രത്തിന്റെ പ്രധാന ഇതിവൃത്തം മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെയുള്ള സ്റ്റുഡന്റ് പോലീസിന്റെ പോരാട്ടമാണ്. സാധാരണയായി കണ്ടുവരുന്ന മയക്കുമരുന്ന് മാഫിയകളുടെ ശ്രേണിയിൽപ്പെടുന്ന സിനിമയാണെങ്കിലും കുട്ടികളിലൂടെ കഥ പറയുന്നു എന്നതാണ് പോലീസ് ജൂനിയറിനെ വ്യത്യസ്തമാക്കുന്നത്. ഇതൊരു കുട്ടി സിനിമയല്ല, എന്നാൽ കുട്ടികളുടെ സിനിമയാണ്. ഇതാണ് ചിത്രത്തിന്റെ ടാഗ് ലൈൻ. കുട്ടികൾ അഭിനയിക്കുന്ന കുട്ടികളെ കാണിപ്പിക്കേണ്ട സിനിമയായിട്ടല്ല, മറിച്ച് മുതിർന്നവർ കാണേണ്ട കുട്ടികളുടെ ചിത്രമായിട്ടാണ് പോലീസ് ജൂനിയറിന്റെ അണിയറ പ്രവർത്തകർ ചിത്രമൊരുക്കുന്നത്. കേരള പോലീസിന്റെ മികച്ച സപ്പോർട്ടോടുകൂടി ഒരുങ്ങുന്ന ചിത്രത്തിൽ സീരിയൽ താരം ഷാനവാസാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. റോഷ്നി മധുവാണ് ചിത്രത്തിൽ നായികയായി അഭിനയിക്കുന്നത്. യക്ഷി, ഫെയ്ത്ത്ഫുള്ളി യുവേഴ്സ്, അയാൾ എന്നീ ചിത്രങ്ങളുടെ നിർമ്മാതാവായ മധുസൂദനൻ മാവേലിക്കരയുടെ മകളാണ് റോഷ്നി മധു. ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ വേദിക എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഡ്രഗ് അഡിക്ഷൻ, ലൈക്ക് ഡ്രഗ്സിലോട്ട് ഭയങ്കര അഡിക്റ്റ് ആയി ഇരിക്കുന്ന കുട്ടിയാണത്. അപ്പോൾ ആ കുട്ടി എങ്ങനെ വീട്ടുകാരിൽ നിന്നും എല്ലായിടത്തു നിന്നും റിയാക്ഷൻ എങ്ങനെ, പിന്നെ അതെങ്ങനെ ഓവർകം ചെയ്യുന്നു, അതിനെക്കുറിച്ചാണ് സിനിമ മൊത്തം.
ലൈക്ക് ന്യൂ ജനറേഷൻ ആണ് ഇപ്പം കാണിക്കുന്നത് സിനിമ മൊത്തം. മുൻപ് ചെറിയ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായാണ് റോഷ്നി നായികയായി അഭിനയിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് കഥാപാത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും ഈ ചിത്രത്തിലെ വേദിക എന്ന കഥാപാത്രമെന്ന് റോഷ്നി പറഞ്ഞു. വേദിക എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്നോട് ആദ്യമേ ക്യാരക്ടർ വന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടൊരു ക്യാരക്ടറാണ് ഫീൽ ആയത്. കാരണം അത്ര ഭയങ്കര ഈസി അല്ല, കാരണം ഡ്രഗ് അഡിക്റ്റായി ഇരിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഭയങ്കര ഡിഫറെൻറ്റ് ആൻഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ക്യാരക്ടറായിരുന്നു. അപ്പം എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു ക്യാരക്ടർ ആദ്യമേ തന്നെ പറഞ്ഞപ്പോൾ. നായികയായ ആദ്യ കഥാപാത്രത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചും നിറഞ്ഞ പ്രതീക്ഷയാണ് ഈ താരത്തിനുള്ളത്. അപ്പോൾ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ പത്മനാഭൻ സാറാണ്, പിന്നെ ഡയറക്ടർ സുരേഷ് ശങ്കർ സാറാണ്. അപ്പോൾ ഈ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എന്താ ബേസിക്കലി ന്യൂ ജനറേഷനിലാണ് വ്യൂ ചെയ്തേക്കുന്നത്. അപ്പം ഇത് നന്നായിട്ട് പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും. ഈ ക്യാരക്ടറും നന്നാവും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഈ ക്യാരക്ടറിനെയും സിനിമേനെയും, ഈ എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യണം. പ്രശസ്ത താരം നരേൻ ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. കിരൺ ദാസ് IPS എന്ന കഥാപാത്രത്തെയാണ് നരേൻ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഇവർക്ക് പുറമെ ശിവജി ഗുരുവായൂർ, കലാലയം രാധ, വീണ നായർ തുടങ്ങിയവരും ചിത്രത്തിൽ അണിനിരക്കുന്നു. പതിവിലും വ്യത്യസ്തമായിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അമ്മയുടെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ഇതെൻ്റെ മോനായിട്ട് അഭിനയിക്കുന്ന ആദി എന്ന് പറഞ്ഞ കുട്ടി, ആ കുട്ടിയുടെ ആദി എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഭാമ എന്ന് പറഞ്ഞ കഥാപാത്രമാണ്, അമ്മയുടെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. സാധാരണ കോമഡിയൊക്കെയാണ് കൂടുതലും സിനിമയിൽ ചെയ്തിട്ടുള്ളതും മിനി സ്ക്രീനിൽ ചെയ്തിട്ടുള്ളതും. അതിൽ നിന്നും ഒരുപാട് വ്യത്യാസമായിട്ടുള്ള കുറച്ച് മെച്യൂർഡായിട്ടുള്ള ഒരു ക്യാരക്ടർ. ഇതിൽ എൻ്റെ പേരായിട്ട്, അതായത് ഭാമയുടെ ഭർത്താവായിട്ട് അഭിനയിക്കുന്നതും ഷാജു ശ്രീധറാണ്. ശശി രാമകൃഷ്ണയാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. സിൽവർ സ്ക്രീനിൽ വീണ്ടും ഒരു ചെറിയ ഇടവേള. സന്തോഷ് വെൺപകൽ മേക്കപ്പ് നിർവഹിക്കുന്ന ചിത്രത്തിന്റെ കോസ്റ്റ്യൂം ഡിസൈനർ കുക്കു ജീവനാണ്. PC മോഹനാണ് ചിത്രത്തിന്റെ ചിത്ര സംയോജകൻ. ശ്രീകുമാർ കലാസംവിധായകനായി പ്രവർത്തിക്കുന്നു. മലയാളത്തിൽ ഏതാനും ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള യതീന്ദ്രദാസിന്റെ ശിഷ്യനായി സിനിമയിലെത്തിയ സുരേഷ് ശങ്കറിന്റെ ആദ്യ ചിത്രമാണ് പോലീസ് ജൂനിയർ. മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിനെ ആധാരമാക്കി ഒരു സിനിമ വരികയാണ്. സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ആളുകളെ സഹായിക്കുകയും അങ്ങനെ സ്കൂളിനെ ചുറ്റിപ്പറ്റിയുള്ള ചെറിയ ആക്ടിവിറ്റീസുകളാണ് ഇപ്പോൾ സ്റ്റുഡൻസ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്റ്റുഡൻസ് പോലീസിൻ്റെ ആക്ടിവിറ്റീസ് അവരുടെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത എന്തുമാത്രമുണ്ട് എന്ന് കാണിക്കാനായിട്ട് സ്റ്റുഡൻസ് പോലീസിനെ ബേസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന ചിത്രമാണ് പോലീസ് ജൂനിയർ. ഈ കഥ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിലൂടെ തന്നെയാണ് വിരിയുന്നതും സ്റ്റുഡൻസ് പോലീസിൻ്റെ പ്രയത്നം കൊണ്ട് ഒരു മയക്കുമരുന്ന് ലോബിയെ കീഴ്പ്പെടുത്തുന്ന
സാഹസികമായ രംഗങ്ങളിലൂടെ കീഴ്പ്പെടുത്തുന്നതുമാണ് ഈ ചിത്രത്തിൻ്റെ പ്രമേയം. വളരെ അപൂർവമായി മാത്രം വന്നിട്ടുള്ള ഒന്നാണ് ചിത്രത്തിന്റെ പശ്ചാത്തലമായ സ്റ്റുഡന്റ് പോലീസ്. അതുതന്നെയാണ് ചിത്രത്തിന്റെ പ്രധാന ആകർഷണമെന്ന് സംവിധായകൻ പറഞ്ഞു. മദ്യവും മയക്കുമരുന്നും അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കളും എന്നും സിനിമയ്ക്ക് വിഷയമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. എന്നാൽ മയക്കുമരുന്ന് പോലുള്ള ഒരു വൻ ലോബിയെ ലഹരി സ്കൂൾ തലം വഴി കോളേജ് തലം വഴി ലഹരി കുട്ടികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന മാഫിയകൾക്കെതിരെ സ്റ്റുഡൻസ് പോലീസിനെ വെച്ചുകൊണ്ട് ഒരു സ്റ്റേഷനിലെ ലോക്കൽ സ്റ്റേഷനിലെ ഒരു SI നടത്തുന്ന അദ്ദേഹത്തിൻ്റെ പ്രയത്നം, അവരിലൂടെ കുറ്റവാളികളെ കണ്ടുപിടിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ പ്രയത്നമാണ് ഞങ്ങളിതിൽ ചിത്രീകരിക്കുന്നത്. കഥയിൽ പുതുമയുണ്ട് എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല, എങ്കിലും സ്റ്റുഡൻസ് പോലീസിൻ്റെ ശൈലി, കുറ്റവാളികളെ കണ്ടെത്തുന്ന ശൈലിയിലാണ് ഞങ്ങളൊരു പുതുമ ഈ ചിത്രത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. പ്രഗത്ഭരായ ഒരു കൂട്ടം സാങ്കേതിക പ്രവർത്തകരുടെ സംഭാവനയാണ് ചിത്രത്തിന്റെ കരുത്തെന്നും സംവിധായകൻ പറഞ്ഞു. ഇതിൻ്റെ കഥയും തിരക്കഥയും ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സംഭാഷണം രചിച്ചിരിക്കുന്നത് ഗോഡ്മാൻ സിനിമയുടെ റൈറ്ററായിട്ടുള്ള സുരേഷ് പതിശ്ശേരിയാണ്. ക്യാമറ ശശി രാമകൃഷ്ണ, കൺട്രോളർ ഷൈജു ജോസഫ്, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രശാന്ത്, എഡിറ്റർ PC മോഹനൻ, ഇതിൻ്റെ ഡിസൈനർ ജിസൻ പോൾ, ഗ്രാഫിക്സ് കുശൻ. അങ്ങനെ സാങ്കേതിക രംഗത്ത് നല്ല മികവ് പുലർത്തുന്ന ആളുകളാണ് എൻ്റെ ഒപ്പം ഈ സിനിമയിൽ അണിനിരക്കുന്നത്. ഇഷ്ന മൂവീസിന്റെ ബാനറിൽ പത്മനാഭൻ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ഷൈജു ജോസഫാണ്. സുരേഷ് ശങ്കർ എന്ന ഡയറക്ടറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. അദ്ദേഹം പലരുടെയും കൂടെ സംവിധാന സഹായിയായി വർഷങ്ങളോളം ഉണ്ടാക്കിയെടുത്ത പ്രവൃത്തി പരിചയത്തിൻ്റെ പിൻബലത്തിലാണ് ഈ ചിത്രം ചെയ്യുന്നത്. ഏകദേശം 35 ദിവസത്തെ ഒറ്റ ഷെഡ്യൂളിൽ തൃശ്ശൂർ, ആതിരപ്പള്ളി, ഹൈദരാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലായിട്ട് ചിത്രീകരണം പൂർത്തിയാകുകയാണ്. പ്രശാന്ത് കോടനാട് എക്സിക്യൂട്ടീവായി പ്രവർത്തിക്കുന്ന പോലീസ് ജൂനിയറിന്റെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു.